വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ഹോർമോൺ, അതായത് HCG ഹോർമോൺ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 4 ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള സോക്കോൾഡ് ആയിട്ടുള്ള 4 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഈ 4 ലക്ഷണവും നമുക്കുണ്ടാവുന്നത് HCG എന്ന് പറയുന്നൊരു ഹോർമോൺ ശരീരത്തിൽ ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് HCG ഹോർമോൺ എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. HCG അല്ലെങ്കിൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആയി വരുന്ന ഹോർമോണാണ്. പ്രഗ്നൻസി നമുക്ക് പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം HCG ഹോർമോൺ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. പ്രഗ്നന്റ് അല്ലാത്തൊരു സ്ത്രീയുടെ ശരീരത്തിലും HCG ഹോർമോൺ ഉണ്ടാകും. അതിന്റെ വാല്യൂ പക്ഷേ ഭയങ്കര ചെറുതായിരിക്കും. 5നേക്കാളും കൂടുതലായിട്ടും HCG ഹോർമോൺ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും നമുക്ക് ഈ പ്രഗ്നൻസി വാലിഡ് ആണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു 48 അവേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ടും ഈ ഹോർമോണിന്റെ വാല്യൂ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% കൂടാനായിട്ടോ ഡബിൾ ആവാനായിട്ടോ ഈ ഒരു ഹോർമോൺ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി നമുക്ക് ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഏകദേശം ഒരുപാട് നാളുകൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററൊക്കെയുള്ള സമയങ്ങളിൽ HCGയുടെ ഹോർമോൺ നമുക്ക് ഡബിൾ ആവാറുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ ഡബിൾ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ദെൻ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ട്രൈമസ്റ്ററിന്റെ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോണിന്റെ ഗ്രോത്ത് അവിടെ വെച്ചങ്ങോട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ് പതിവ്. അതായത് ഒരുപാട് കൂടാനും ഒരുപാട് കുറയാനായിട്ടും പോവില്ല, സ്റ്റേബിൾ ആയിട്ട് ആ ഒരു നമ്പറിൽ തന്നെ ഇത് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഫസ്റ്റത്തെ ഒരു ട്രൈമസ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രഗ്നൻസിയുടെ ആലസ്യങ്ങളും തളർച്ചകളും ഒക്കെ കുറയാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേതെന്ന് പറയുന്നത് ക്ഷീണമാണ്. പ്രഗ്നൻസി ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും പല ആളുകൾക്കും ക്ഷീണവും തളർച്ചയും ഉണ്ടാവാറുണ്ട്. രാത്രിത്തെ പോലെ തന്നെ രാവിലെയും എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഈ ഒരു ക്ഷീണവും തളർച്ചയും കൊണ്ട് മറ്റേതൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴും ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ HCGയുടെ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവായ ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ കഴിയുന്ന ആ ഒരു ടൈം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കുറഞ്ഞു വരാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നത് കൊണ്ട് ഓൾവേസ് ആ ഒരു ബെഡിൽ തന്നെ കിടക്കാതെ നിങ്ങൾ മാക്സിമം ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ കിടക്കുക മാത്രമാണെങ്കിൽ ശരീരത്തിന് മുമ്പോട്ടേക്ക് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ന്യൂട്രിയൻസും കൊടുക്കാൻ പറ്റാതെയാകുന്നു. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ കുഞ്ഞിന് ഗ്രോത്ത് കുറയുന്നതിനും ലക്ഷണങ്ങൾ ഭയങ്കര വേഴ്സ് ആയിട്ട് നിങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ഷീണമുള്ളവരെ കഴിവതും ആ ക്ഷീണം ഓവർകം ചെയ്തിട്ട് കുറച്ച് നേരമെങ്കിലും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പകല് കൂടുതൽ നേരം തളർച്ച ക്ഷീണമായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ രാത്രിത്തെ ഉറക്കം നമുക്ക് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഉറക്കം കുറയുന്നതിനനുസരിച്ചിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നടക്കുമല്ലോ. ഇതൊന്നും പ്രോപ്പറായിട്ട് ശരീരത്തിൽ നടക്കാത്ത സിറ്റുവേഷൻ വരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പിറ്റേ ദിവസം അതിനേക്കാൾ ഒരുപാട് ക്ഷീണവും തളർച്ചയും മൂഡ് സ്വിങ്സും ഒക്കെ അതിന്റെ പീക്കിൽ എത്താനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിൽ ക്ഷീണം വരുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിലോട്ടൊക്കെ നിങ്ങൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് കൂടുതലായിട്ടും വരിക. എസ്പെഷ്യലി നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുൻപുള്ള സമയത്തായിരിക്കും ഈ ഒരു ടെൻഡൻസി കൂടുതലായിട്ടും വരുന്നത്. അതല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡ് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുതലായിട്ടും വരാം. ഇത് ആ ഒരു ടെൻഡൻസി ആയിട്ട് തന്നെ വന്ന് നിൽക്കുകയുള്ളൂ കേട്ടോ. വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് നന്നായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ഈ ഒരു സിംറ്റം കൊണ്ടുവന്ന് എത്തിക്കുക കേട്ടോ. നമ്മളുടെ ശരീരത്തിൽ ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ ഒരു സിംറ്റം ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. HCG ഹോർമോൺ കൂടുന്നൊരു സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്തും ഈ ഒരു ലക്ഷണം ഭയങ്കരമായിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എഴുന്നേക്കുന്ന മോർണിംഗിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കുന്ന സമയത്ത് ഹോർമോൺസ് എല്ലാം അതിൻ്റെതായിട്ടുള്ളൊരു പീക്കിൽ നിൽക്കുന്ന ടൈമായിരിക്കും. രാത്രി ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഹോർമോൺസ് അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഭയങ്കര വേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വോമിറ്റിംഗ് ആണ്. വോമിറ്റിംഗ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ തുടങ്ങുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്താണ്. ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വായുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും പല ആളുകൾക്കും അതിന്റെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്നോണം ചിലർക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലായിട്ട് വരും. ചിലർ
നല്ലപോലെ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് കാണുന്ന സമയത്തും അതുപോലെ നമ്മൾ ഗ്യാസ് കൂടുതലായിട്ട് ശരീരത്തിൽ ഫോം ആവുന്ന സമയത്തും വൊമിറ്റിംഗ് നമുക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും വൊമിറ്റിംഗ് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് രാവിലെ തന്നെ മഞ്ഞവെള്ളം വൊമിറ്റ് ചെയ്തുകൊണ്ടാണ്. മഞ്ഞയും അതുപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറിലുള്ള വെള്ളം നമ്മൾ ഭയങ്കര കയ്പോട് കൂടിയിട്ടുള്ള വെള്ളമായിരിക്കും നമ്മൾ വൊമിറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത് കേട്ടോ. ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു വെള്ളം കൂടുതലായിട്ട് വൊമിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ കളറുള്ള വെള്ളം വൊമിറ്റിംഗ് കുറവായിരിക്കും. കഴിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും കൂടുതൽ വൊമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അതുപോലെ അയോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കും ഭയങ്കര ചവർപ്പോട് കൂടിയിട്ട് വൊമിറ്റിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്ത ലക്ഷണമാണ് തലകറക്കം. തല കറങ്ങി ചിലർ വീഴുന്നൊരു സിറ്റുവേഷൻ വരെയുണ്ട്. ഹോർമോൺസ് അതിൻ്റെ ഒരു പീക്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് മൈൻഡ് തന്നെ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണും ശരീരത്തിൽ അങ്ങോട്ട് കൂടുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ കുമ്പിട്ട് നിവരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേക്കുന്ന സിറ്റുവേഷൻ, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് തല കറങ്ങി വീഴുന്നത് പോലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തേങ്ങ ഇരണ്ടുക അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്തെടുക്കുക, അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ ആ ഒരു ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് നേരം നിൽക്കുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പലരും ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ തല കറങ്ങാറുണ്ട്. ഇത് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ കുറയുന്നത് ഏകദേശം ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ തീരുന്ന ആ ഒരു സമയത്തായിരിക്കും. കാരണം അപ്പോഴേക്കും ഹോർമോൺസ് സ്റ്റേബിൾ ആവാനായിട്ട് തുടങ്ങും. തല കറങ്ങുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്തെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മളിരുന്ന് ഒരുപാട് ജോലികൾ ചെയ്യാതിരിക്കുക. മാക്സിമം ബോഡി ടയേർഡ് ആകുന്ന സമയത്ത് നിങ്ങൾ കിടന്നോ ഇരുന്നോ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തല കറങ്ങുന്നുണ്ടെങ്കിൽ കസേരയിൽ ഇരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കസേര എങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളായിട്ട് താഴോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ബെഡിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിലും കുറച്ചും കൂടി കയറിയിട്ട് ബെഡിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബെഡിന്റെ ഒരു സെന്റർ പോർഷനിലെത്തിയിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ തലകറങ്ങി വീണാലും നേരെ ബെഡിലോട്ട് തന്നെയല്ലേ വീഴുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസും സിംറ്റംസും കൂടുതലായിട്ട് വരുമ്പോഴേക്കും മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൽ ഒരുപാട് വെള്ളം എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അതായത് നമ്മുടെ ശരീരത്തിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൊമിറ്റിങ്ങോ മറ്റുള്ള ടയർഡ്നെസ്സോ എന്ത് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെല്ലാം ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു, ഭയങ്കര തളർച്ചയായിരുന്നു, ക്ഷീണമായിരുന്നു. എന്നെ നോക്കാനും സംരക്ഷിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ഹോം സിക്നെസ് ഒക്കെ എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു, ഒരുപാട് ഞാൻ ടയേർഡായിരുന്നു. ഈ സമയത്ത് ഞാൻ ചെയ്തു വെച്ചൊരു മിസ്റ്റേക്കാണ്. വിശപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നു, ഫുഡ് കഴിക്കുന്നു, വാഷ് ബേസിന് കൊടുക്കുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം തന്നെ വൊമിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് മേടിച്ച് വെക്കുന്ന സോഡ ഞാൻ ഇങ്ങനെ എടുത്ത് കുടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ അതായിരുന്നു. പ്രഗ്നൻസിയുടെ എൻ്റെ 2 പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ അതായിരുന്നു. അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള വഴി കൂടി നിങ്ങൾ വയറ് നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ടയേർഡ് ആവാതെ മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.